മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ പേർളി മാണി ഇതാ മൂന്നാമത് ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ്. രണ്ട് സന്തോഷങ്ങൾ ഇതിനു മുൻപ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരുന്നു. അതായത് കൊച്ചിയിൽ 2 ഫ്ലാറ്റ് വാങ്ങിയ സന്തോഷം. ഇപ്പോഴിതാ മൂന്നാമത്തെ സന്തോഷമായി ദുബായിൽ തൻ്റെ ഫ്ലാറ്റ് നേടുകയാണ് എന്നാണ് പറയുന്നത്. നന്മ എന്ന പ്രോഡക്റ്റുമായി അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റുമായിട്ടാണ് ഞങ്ങളിപ്പോൾ സംഗമിച്ചിരിക്കുന്നത് എന്ന് പേർളി പറയുന്നു. ആദ്യം പേർളി പറഞ്ഞു തുടങ്ങുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീണ്ടും ഗർഭിണിയാണ് എന്നത്, നിത്താരയ്ക്ക് ഒരു കൂട്ട് വരികയാണ് എന്നത്. അതായിരുന്നു ഞങ്ങളെല്ലാവരും സംശയിച്ച കാര്യം. എന്നാൽ ദുബായിൽ ഫ്ലാറ്റ് വാങ്ങുന്നുവെന്ന് ഒരു ക്ലൂ പോലും എവിടെയും ലഭിച്ചില്ലല്ലോ പേർളി. നന്നായി, നല്ല തീരുമാനം, അങ്ങനെ ഞങ്ങൾ പറയൂ. ഇതാണ് പ്രേക്ഷകരെല്ലാവരും എഴുതി ചേർക്കുന്ന ഒരു കാര്യം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഇതിന് പിന്നാലെ തന്നെയാണ്. ദുബായിൽ ഉടനെ തന്നെ ഇനിയിപ്പോൾ പേർളിയുടെ ഫുൾ ഫ്ലാറ്റ് ടൂറും കാണാൻ സാധിക്കും. ദുബായിൽ സെറ്റിൽ ആവണം അല്ലെങ്കിൽ ദുബായിൽ ഫ്ലാറ്റ് വാങ്ങണമെന്ന് കുറച്ചധികം നാളുകളായി തന്നെ ആഗ്രഹിക്കുന്നുവെന്നാണ് പേർളി പറയുന്നത്. പേർളിയും ശ്രീനിഷും ഒരുമിച്ചെത്തി തന്നെയാണ് ഇത് പറയുന്നത്. ഇവരിപ്പോൾ പുത്തൻ ഒരു വലിയ ഫ്ലാറ്റ് കൊച്ചിയിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയും എല്ലാ ക്രെഡിറ്റും നന്മയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ ഇത് നന്മയ്ക്ക് തന്നെ കൊടുക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പേർളി പറയുന്നു. അതിലൂടെ പേർളിയുടെ സ്നേഹവും പേർളി ഇപ്പോൾ നേടിയിരിക്കുന്ന ആദരവുമെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പേർളിക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇനിയിപ്പോൾ മൂന്നാമതൊരു സന്തോഷം കൂടിയാണല്ലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. ആദ്യം 3 കരുതിയപ്പോൾ ഞങ്ങൾ കരുതി പേർളിക്ക് മറ്റൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന്. എന്നാൽ മൂന്നാമതൊരു ഫ്ലാറ്റ് വാങ്ങുന്നതാണല്ലോ സന്തോഷം തന്നെയാണ്, അതും ദുബായിൽ. അങ്ങനെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല, അത് പേർളിക്ക് സാധിച്ചു. വലിയ കാര്യം തന്നെയാണ്. വളരെയധികം അധ്വാനിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് പേർളി. ഇതിനിടയ്ക്ക് ഒരു ഐലൻഡിൽ, അതായത് മുഴുവൻ വെള്ളത്തിൻ്റെ നടുക്കായ ഒരു വീട് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനു മുൻപ് തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പണി നടക്കുന്ന ഈ ഫ്ലാറ്റ്, അതിന് പിന്നാലെ ഇതാ നോക്കൂ, ദുബായിൽ കൂടി ഇപ്പോൾ പേർളി തൻ്റെ സാമ്രാജ്യം പണിതിരിക്കുകയാണ്. അതിലൂടെ തന്നെ പേർളിക്ക് ഒരുപാട് സന്തോഷം നേടാൻ സാധിക്കും. ദുബായിലെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ദുബായിൽ പോകുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുമല്ലോ. ഇടയ്ക്ക് റേച്ചലും ദുബായിൽ പെട്ടുപോവുകയും വാറിനിടയിലായി പോവുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് റേച്ചലും റൂബനും ദുബായിൽ പോകുന്ന വ്ളോഗൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. ഇനി നിങ്ങളുടെ വ്ളോഗും കാണാമല്ലോ. വളരെയധികം സന്തോഷം തോന്നുന്നു. ആലുവ വിട്ടൊരിക്കലും പേർളി പോകില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്തൊക്കെ സംഭവിച്ചാലും പേർളിക്ക് ആലുവ തന്നെയാണ് വലുത്. എന്ത് സംഭവിച്ചാലും അവിടേക്ക് ഓടിപ്പോകുന്ന സന്തോഷം പേർളിക്ക് എവിടെ പോയാലും ലഭിക്കില്ലല്ലോ. ഇങ്ങനെ തുടങ്ങുകയാണ് പേർളിയെ പിന്തുണച്ചുള്ള കമൻറ്റ്. എന്ത് തന്നെയായാലും ദുബായിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിയത് വളരെയധികം സന്തോഷമായിട്ടുള്ള കാര്യമാണെന്ന് പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.